السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടും കിരാതമായ അതിക്രമങ്ങളെ തൊട്ട് അല്ലാഹു അവരെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ആയത്തുൽ കുർസിയുടെ ചില മഹത്വങ്ങളും അനുബന്ധമായ ചില ചർച്ചകളുമാണ് നമ്മൾ നടത്തിയത്. ഇന്ന് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിലുള്ള വിശ്വാസം, ഇലാഹിലുള്ള വിശ്വാസം അതെങ്ങനെയായിരിക്കണമെന്നും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവിക വിശ്വാസവും ഇന്ന് കണ്ടുവരുന്ന മറ്റ് ചില വിശ്വാസങ്ങളും തമ്മിലുള്ള അന്തരം എന്താണെന്നുമൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. സാന്ദർഭികമായി ഇന്ത്യയുടെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെ ദിനമാണ്. അവസാനമായി നമ്മളെ അടക്കി ഭരിച്ച കൊളോണിയൽ ശക്തികൾ ബ്രിട്ടീഷുകാരായി ഇന്ത്യയെ കൊള്ളയടിച്ചു, എല്ലാ അർത്ഥത്തിലും ഊറ്റിക്കുടിച്ചു. ഇന്ത്യക്കാരെ പരസ്പരം ഭിന്നിപ്പിക്കുകയും ഒരിക്കലും പാടില്ലാത്ത വിധം വൈദേശിക ശക്തികളാവുന്ന ബ്രിട്ടീഷുകാർ നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പണം കൊണ്ടുപോകലും ഇന്ത്യയെ കൊള്ളടിക്കലും മാത്രമല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. നമുക്കറിയാം, അവരുടെ സംസ്കാരവും ആചാരങ്ങളും മതവും അധിനിവേശ രാജ്യങ്ങളിലൊക്കെ സ്ഥാപിക്കൽ കൂടെ അവരുടെ പ്രധാന ഉദ്ദേശമായിരുന്നു. അങ്ങനെയാണ് അവർ റോമൻ കാത്തലിക്കരായിരുന്ന ബ്രിട്ടീഷുകാർ അതുവരെയും നമ്മുടെ കേരളത്തിലും മറ്റൊക്കെ നിലനിന്നിരുന്ന വാവാകക്ഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, റോമിനെ കേന്ദ്രമാക്കാത്ത, ശരിക്ക് ബാബിലോണിയ കേന്ദ്രമായിട്ടുള്ള സഭ വിശ്വാസികളെ പോലും ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. കേവലം ഒരു ക്രൈസ്തവ മത സംസ്ഥാപനം മാത്രമല്ല അവർ മുന്നിൽ വെച്ചത് എന്നർത്ഥം. അതോടൊപ്പം അവർ ഉദ്ദേശിക്കുന്ന പാപ്പാകക്ഷികളെ, ഇന്ന് റോമിലൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആ ഒരു വിഭാഗത്തിന്റെ പ്രചാരണം കൂടെയായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. കേരള ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു അധ്യായമാണ് കൂനംകുരിശ് സത്യാഗ്രഹം, നമ്മുടെ കോട്ടയം ജില്ലയിൽ നടന്നത്. എന്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എത്ര ആക്രമിച്ചാലും പീഡിപ്പിച്ചാലും ഞങ്ങൾ വാവാകക്ഷികൾ പാപ്പാകക്ഷികളാവൂല എന്ന് പറയാൻ വലിയൊരു കയറ് കെട്ടി അതിൽ ക്രൈസ്തവരാകുന്ന ആബാലവൃദ്ധം, ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് കൂടി നടത്തിയ പ്രതിജ്ഞയാണ് കൂനംകുരിശ് സത്യാഗ്രഹം. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലും പോരാട്ടങ്ങളിലുമൊന്നും നേതൃരംഗത്തോ അല്ലാതെയോ ക്രൈസ്തവരാകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയാതെ വരുന്നത്. നമ്മുടെ മലബാർ മേഖലയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം കനക്കുന്ന 1920 ഘട്ടങ്ങളിൽ ഇവിടെയുള്ള വിശ്വാസികൾ മുഅ്മിനീങ്ങളാകുന്ന വലിയ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും ആഹ്വാനപ്രകാരവും നിർദ്ദേശപ്രകാരവും ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം തന്നെ നടത്തുന്ന ആ ഒരു കാലത്ത് മഹാത്മാഗാന്ധി അതിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായി നമ്മൾ വാഴ്ത്തുന്ന ആദ്യകാല നേതാക്കളൊക്കെയും അതിനെ പിന്തുണച്ചിട്ടുണ്ട്. MP നാരായണ മേനോനെ പോലെയുള്ള വലിയ മനുഷ്യർ പലവിധ സാമുദായികമായ എതിർപ്പുകളൊക്കെയും അവഗണിച്ചുകൊണ്ട് മാപ്പിള പോരാളികളോടൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട്.
അസമയത്ത് തൃശ്ശൂരിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രകടനം നടത്തിയതാണ്. ഇന്ന് വിശ്വാസികളെ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഓടിക്കും, ഞങ്ങൾ ശരിയാക്കും, ഗുജറാത്ത് നടത്തും എന്നൊക്കെ പറയുന്ന ഈ വിഭാഗത്തിന്റെ പൂർവികർ ചെയ്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സേവനം. ഇതൊക്കെ ചരിത്രമാണ്. നമ്മളത് മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ മലബാർ കലാപം എന്ന പേരിൽ പലരും, മാധവമേനോന്റെ ഒക്കെ പുസ്തകത്തിന്റെ പേര് പോലെ മലബാർ കലാപം. കലാപമാണ് എങ്കിൽ അത് കലാപം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപമായിരുന്നു. മലബാർ സമരം നടക്കുന്ന സന്ദർഭത്തിൽ ഇതിന് വിരുദ്ധമായും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായും അവരവരുടെ മേഖലകളിൽ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തി. ആ പാദസേവ കൊണ്ടാണ് പഴയകാല സ്കൂളുകളും സ്ഥാപനങ്ങളുമൊക്കെ ഈ വിഭാഗം നേടിയെടുത്തത്. മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നാണ് എല്ലാവരും പറയുന്നത്. വസ്തുതയും അത് തന്നെയാണ്. പക്ഷേ മലപ്പുറം ടൗണിൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എത്ര സ്ഥാപനങ്ങളും എത്ര വസ്തുവകകളുമാണ് ഈ വിഭാഗത്തിന് ഇപ്പോഴും നിലവിലുള്ളത്. നമ്മളത് അടിക്കണം പൊളിക്കണമെന്നോ അത് ശരിയല്ല എന്നൊന്നും അല്ല ഇപ്പം തൽക്കാലം പറയുന്നത്. അതിൻ്റെ വിധിയൊക്കെ വേറെ രീതിയിൽ സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ പോലും ഇത്രമേൽ വസ്തുക്കളും ഇത്രമേൽ സ്ഥാപനങ്ങളും ലഭ്യമാകുന്നത്? ഈ ബ്രിട്ടീഷുകാരോടൊപ്പം നിലകൊണ്ടതുകൊണ്ട് മാത്രം. എന്നിട്ടാണ് സാമുവൽ മാത്യുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഞങ്ങളും ഹിന്ദുക്കളും ചേർന്നിട്ട് മുസ്ലിങ്ങളെ അങ്ങോട്ട് അരുവിക്കാക്കി കളയുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ഗുജറാത്ത് നടത്തും എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗുജറാത്ത് എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടെയാണത്. ഞങ്ങളും ഹിന്ദുക്കളും കൂടിയും ചേർന്നിട്ട്. നമുക്കറിയാലോ, എനിക്കും മേമാനും കൂടി 2000 രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞ വക്കീൽ ഗുമസ്തന്റെ കഥ. കല്യാണാലോചനക്ക് വന്നപ്പോൾ ഇവരോട് എത്ര ശമ്പളം എന്ന് ചോദിച്ചു. സ്വാഭാവികം. എനിക്കും മേമാനും കൂടെ 2000 എന്ന് പറഞ്ഞു. ഈ കല്യാണം അന്വേഷിച്ചു വന്നവർക്ക് സന്തോഷമായി. കാരണം 2000 അന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് 1000 എന്നൊക്കെ ആയിരിക്കും. വസ്തുത എന്തായിരുന്നു? 1950 വക്കീലിനും 50 രൂപ ഗുമസ്തനും. ഇങ്ങനെയാണ് ഞങ്ങളും ഹിന്ദുക്കളും കൂടിയും ചേർന്നിട്ട് ഗുജറാത്തോടെ നടത്തും, നിങ്ങളെ സാമ്പത്തികമായി തോൽപ്പിച്ച് കളയും, നിങ്ങളെ അരികുവൽക്കരിക്കും എന്നൊക്കെ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുലരി കൂടെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് പ്രസക്തിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആയത്തുൽ കുർസിയിലേക്ക് തന്നെ പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് കരഞ്ഞുകൊണ്ട് വീഡിയോയിൽ വരേണ്ടി വന്നു. ഈ മാത്യു സാമുവലിന് വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന കുറെ ആളുകളുണ്ട്. ഇതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചത് എന്ന് ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ധൈര്യം കാണിക്കേണ്ടതുണ്ട്. ഇവിടെ ഐക്യത്തോടുകൂടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മനോഹരമായ ആദർശം, വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂന്തോട്ടത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും, ഇത് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കാനാണ് ചേരിചേരാ പ്രസ്ഥാനം വരെയും നമ്മുടെ നേതാക്കൾ, ആദ്യകാല നേതാക്കൾ ആസൂത്രണം ചെയ്തത്. ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭീഷണികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിന്ന് വിരുദ്ധമായി ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്തു വെച്ച കുറെ, അവര് വരച്ചു വെച്ച കുറെ പ്ലാനുകളുണ്ട്. അതിനുവേണ്ടിയാണ് ബാബരി വിവാദം സൃഷ്ടിക്കുന്നത്. കോടതി പോലും ബാബരിയുടെ ആ പ്രസിദ്ധമായ വിധി നടത്തുമ്പോൾ 10-13 പോയിന്റ് പറഞ്ഞത് അത് മുസ്ലിങ്ങളുടേതാണെന്നും ഇതുവരെയും ആരാധന നടന്നുവെന്നും അതിൻ്റെ നിർമ്മാണത്തിന് ഏതെങ്കിലും ക്ഷേത്രം പൊളിച്ചതായി ജിയോളജിക്കലോ മറ്റോ തെളിവുകളില്ലെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയണത്. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷെ അവസാനം വെച്ച് വിധി വന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിക്കണമെന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭീഷണി അതാണ് അത്തരം വിധികൾ. അപ്പൊ ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിൽക്കണം. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളുണ്ട്. ഒന്നുകിൽ എനിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അതല്ല എങ്കിൽ ഈ സ്വതന്ത്രമായ ബ്രിട്ടനിന്റെ മണ്ണിൽ 6 അടി എനിക്ക് ലഭ്യമാകണം എന്ന് പറഞ്ഞ മൗലാന ഷൗക്കത്ത് അലിയുടെയും വലിയ വലിയ മഹാന്മാരാകുന്ന കുറേയേറെ പോരാട്ടം നടത്തിയ വലിയ മഹാന്മാർ. വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് നമുക്കറിയാം. ചെറുപ്പക്കാരനായിരുന്നു, തൂക്കിലേറ്റി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് തൂക്കിക്കൊല്ലുന്നത് എന്നതിനാൽ അഭിമാനപൂർവ്വം അത് സ്വീകരിച്ചു. രാത്രി ഉമ്മയ്ക്ക് കത്തെഴുതി, നാളെ സുബഹിക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ നിങ്ങൾ ഭിന്നയാവരുത് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ചഞ്ചലപ്പെടരുതെന്ന് പറഞ്ഞിട്ട്,
ധീരയായി നിലകൊള്ളണമെന്ന് പറഞ്ഞിട്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പുലരുന്ന കാലത്ത് ഈ മകനെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുമെന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള നൂറുകണക്കിന് മുസ്ലിങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ കൂടെ ഫലമാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് കുറെ ഭീഷണികൾ വരുന്നുവെന്നാണ് പലവിധ പഠനങ്ങളിൽ നിന്ന് നമുക്കൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ ജനാധിപത്യത്തിന്റെ രീതികളെ മാറ്റിമറിക്കാനുള്ള വലിയ ശ്രമങ്ങളുണ്ട്. ഈ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള കുറേ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ച പൂർവികർ സ്വപ്നം കണ്ട മതസ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഓരോന്നോരോന്ന് എണ്ണി പറയേണ്ടതൊന്നുമല്ല. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഏകദേശം ഭാഗങ്ങളിലൊക്കെ ആ ഒരവസ്ഥ കൈവരുന്നു. കുറെ ആളുകൾ എന്ത് തീരുമാനിക്കുന്നു അതേവിടെ നടക്കാവൂ എന്ന് പറയുന്നു. ഇതിന്റെ പേരല്ല സ്വാതന്ത്ര്യം, നാനത്വത്തിൽ ഏകത്വം. ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ മുതൽ 26-ലും 27-ലും പറയുന്ന ആർക്കും അവരിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും മാസികകളെ പോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അതൊന്നും പാടില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ നടത്തുന്നു, ഇനിയും ഞങ്ങൾ അതൊക്കെ തന്നെ ചെയ്യുമെന്നും ദാർഢ്യം പറയുന്ന കുറേ നേതാക്കളായി ഇരിക്കുന്നു ഇന്നത്തെ ഭാരതത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. അത് ഭീഷണിയാണ്, ശരിക്കും ഇന്ത്യക്ക് ഭീഷണിയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ കുറിച്ചല്ല ഞാൻ പറയണത്. ഈ ഒരു വർഷം 1.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ 800 ചില്ലാനം സംഘടിതമായ അക്രമങ്ങൾ നടന്നു എന്നാണ്. കേക്ക് നിർമ്മിച്ച് അരമനയിൽ പോയിട്ട് കേക്ക് വായിൽ വെച്ചു കൊടുത്ത് സന്തോഷിക്കുന്നവർക്കൊന്നും അത് അങ്ങനെ അറിയില്ല, അറിയേണ്ടതുമില്ല, അതറിയാൻ അവർക്ക് കഴിയില്ല. കാരണം പണ്ടൊക്കെ നമ്മൾ പറയണത് പോലെ മടിക്കുത്തിൽ കനണ്ടാകുമ്പോൾ തീർച്ചയായും പലരെയും പേടിക്കേണ്ടി വരും. ഈയിടെ നടന്ന കന്യാസ്ത്രീകളുടെ അറസ്റ്റിലൊക്കെ എത്ര വൃത്തികെട്ട രീതിയിലാണ് ആ വിഭാഗത്തിലെ ചില ആളുകൾ പ്രവർത്തിച്ചത്. അവരുടെയൊക്കെ വർത്താനം സന്തോഷം കണ്ടാൽ തോന്നും കുറച്ച് മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ മുന്നേ ജാമ്യം കൊടുക്കുമായിരുന്നു. അറസ്റ്റ് ചെയ്തത് ആര് എന്നുള്ളതിന്റെ ആ ഒരു പ്രാധാന്യം മാറിയിട്ട് ജാമ്യം കൊടുത്തത് ആര് എന്നുള്ളതിലേക്ക് കാര്യങ്ങളെത്തി. എന്നാലും ജാമ്യം തന്നല്ലോ എന്നായി. ആനയെ വാരിക്കുഴി തീർത്ത് നാടൻ ആനയാക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ വാരിക്കുഴിയുടെ അടിഭാഗം ഇങ്ങനെ കൂർത്തായിരിക്കും. ആനങ്ങനെ 4 കാലും ടൈറ്റായിട്ടാണ് നിൽക്കുക. ഒരാഴ്ചയിലേറെ പട്ടിണിക്കിടും, വിശന്ന് കരയും. ആദ്യമൊക്കെ കുറെ കലാപുണ്ടാക്കും, ആന ഇടിക്കും ആ സൈഡൊക്കെ. ലാസ്റ്റ് ഒരു സത്യം ആന തിരിച്ചറിയും, ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. പിന്നെ രക്ഷകനെ ഓർത്തിട്ടാണ് പിന്നെയുള്ള നിൽപ്പ്. ആന കരയും, എല്ലാ ശക്തിയും ക്ഷയിക്കും, ഒരാഴ്ചയിലേറെ പട്ടിണിക്കിടും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കരുതി ഇങ്ങനെ ക്ഷീണിച്ച് അവശയായി ആനകൾ നിൽക്കുമ്പോഴാണ് കുറച്ചാളുകൾ ചെന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നതും കയറ്റി കൊണ്ടുവരുന്നതും. അതോടുകൂടെ ആനയുടെ വിചാരം എൻ്റെ രക്ഷകനാണിത് എന്നാണ്. ആരാണ് വാരിക്കുഴിയിൽ വീഴ്ത്തിയത് എന്ന് ആലോചിക്കാൻ മാത്രം ബുദ്ധി വൈഭവം ഈ ആനക്കുണ്ടാവില്ല. രക്ഷപ്പെടുത്തിയ ആളെ വലിയ ദൈവദൂതനായിട്ട് കാണും. വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ ഭക്ഷണം നൽകിയ ആൾ ഇതാണ് എൻ്റെ എന്നത്തെയും യജമാനൻ എന്നങ്ങോട്ട് തീരുമാനിക്കും. അതാണ് ചില സമൂഹത്തെ മറ്റു ചില സമൂഹങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം നഷ്ടപ്പെടുന്നത് വലിയ ഭീഷണിയാണ്. വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഭീഷണിയാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യന്റെയും പരമമായ ആഗ്രഹമാണ്. നമ്മൾ കവിതകളൊക്കെ പാടാറുണ്ടല്ലോ, ഈ സ്വർണത്തിന്റെ മനോഹരമായ കൂട്ടിലാണെങ്കിലും പാരതന്ത്ര്യം തന്നെ എന്ന് പറയാറുണ്ട്. ആ കവിത നമ്മൾ പലപ്പോഴും പഠനത്തിനും മറ്റും വേണ്ടി നമ്മൾ പാരായണം ചെയ്തതാണ്. ഈ ഒരു പാരതന്ത്ര്യം ഏത് രീതിയിലാണെങ്കിലും ധിക്കാരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളാണ് അങ്ങനത്തെ ആളുകൾ, അതുകൊണ്ട് പോകണം. ഞങ്ങളാണ് ഇവിടെ എത്രമേൽ ഉള്ളവർ, അതുകൊണ്ട് ബാക്കിയുള്ളവർ കീഴൊതുങ്ങണം. ഞങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം, അതിൻ്റെ അപ്പുറത്തേക്ക് മോഹിക്കരുത്. ഏകദേശം 60 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇപ്പോ വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ വോട്ടർമാരല്ലാതെയായി തീർന്നത്. അതിൽ മഹാഭൂരിപക്ഷവും ഒരു സമുദായത്തിലെ ആളുകളാണ്.
ഇത് സ്വാതന്ത്ര്യത്തിന്റെ താല്പര്യങ്ങൾക്കോ സ്വാതന്ത്ര്യ ശില്പികളുടെ മോഹങ്ങൾക്കോ ഒരു നിലക്കും യോജിച്ചു പോകുന്നതല്ല. അത് ഇനി ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്തു ചെയ്യും എന്ന രീതിയിലാണ് മധ്യസ്ഥത വഹിക്കേണ്ട നേതാക്കളും ഭരണാധികാരികളും സംസാരിക്കുന്നത്. ഞങ്ങൾ ഇനിയും ചോർത്തും, ഞങ്ങൾ വേണ്ട വിധം ഇത് കൈകാര്യം ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും എന്ന രീതിയിൽ. ഇത് അങ്ങാടി ചട്ടമ്പിയുടെ ഭാഷയാണ്. കഠിനമായി ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അധ്വാനിച്ചു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ പോലെയുള്ള കുറെ മനുഷ്യർ ജാതിഭേദമില്ലാതെ മതഭേദമില്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ട, ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഗാന്ധിജി പക്ഷേ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികളിൽ തീരെ ഉണ്ടായില്ല. അദ്ദേഹം എവിടെയായിരുന്നു? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം വായിച്ചു. ബംഗാളിൽ വിഭജനാനന്തരം ക്രൂരമായി പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി നിരാഹാരിക്കുകയായിരുന്നു. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ബംഗാളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അതിർത്തി പ്രദേശത്ത് പോയി അദ്ദേഹം നിരാഹാരമിരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ട അദ്ദേഹത്തിന് പക്ഷേ ആ പരിപാടിയിൽ കൂടുന്നതിനേക്കാൾ പ്രാധാന്യം എൻ്റെ രാജ്യത്തിലെ പാവപ്പെട്ട ഒരു വിഭാഗം ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നു, അവർക്ക് വേണ്ടി നിരാഹാരമിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന് വലിയ സ്വാതന്ത്ര്യമായിട്ട് തോന്നിയത്. ഇദ്ദേഹം തനിത്തങ്കം ഹിന്ദുവായിരുന്നു. മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും ഒരഭിപ്രായം ഹേറാം എന്ന് പറഞ്ഞ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. നാഥുറാം വിനായക് ഗോഡ്സെ പല പ്രാവശ്യം പരിശീലനം നടത്തി. ഗാന്ധിജി ഇരിക്കുന്ന ആ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ചെസ്റ്റ് എവിടെ ഇരിക്കുന്നു കരുതിയിട്ട് അത്രക്ക് ഉയരം വെച്ച് ഉന്നം വെച്ച് പരിശീലിച്ച് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നൊടുക്കുമ്പോ ഹേറാം എന്ന് വിളിച്ച് മരണപ്പെട്ടു എന്നാണ്. തന്റെ ഓരോ പ്രവൃത്തിയും ഹൈന്ദവീയമായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമൊന്നുമല്ല, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊക്കെ അനാവശ്യമാണെന്നും വേണ്ടതെല്ലാം മഹാഭാരതത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആദർശം. അത് പറയാൻ ഇന്ത്യയിൽ എല്ലാവർക്കും അതുപോലെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മഹാ ആഘോഷം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ബംഗാളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിരാഹാരിക്കാൻ പോയി. ഇതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മതേതരത്വം. എല്ലാവരും ഒരേ ആദർശം അംഗീകരിക്കുക എന്നല്ല, എല്ലാവരും ഒരേ ആദർശത്തിന് കീഴൊതുങ്ങി നിൽക്കുക എന്നല്ല, അല്ലെങ്കിൽ പ്രാധാന്യം ഒരാദർശത്തിന് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ പിന്നിൽ നിൽക്കണം എന്നുമല്ല. ഓരോരുത്തരും അവനവന്റെ ആദർശത്തിന് പ്രാധാന്യത്തോടുകൂടെ ജീവിക്കണം. അതാണ് ശരിയെന്ന് വിശ്വസിക്കണം. അതാ ഗാന്ധിജി ചെയ്തത്. മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും അനാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് പറയാം. അത് പറയുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപദ്രവമില്ലാതെ സംരക്ഷിക്കാൻ കഴിയണം. അല്ലാതെ എല്ലാം ശരിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പല മതത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലല്ലോ. അതെങ്ങനെ ശരിയാവൽ? കുറെ ആളുകളുടെ പ്രശ്നം അതെങ്ങനെ ശരിയാവൽ? 100% കളങ്കമറ്റ ഏകദൈവത്വം നമ്മൾ ഇന്നതാണ് പറയാൻ പോണത്. ആ വിശ്വാസത്തിലേക്ക് ചെന്നാലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. സ്വാതന്ത്ര്യ ദിനാഘോഷം യാദൃച്ഛികമായി അതിനോട് ഒത്തു വന്നപ്പോ നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇങ്ങനെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. സമ്പൂർണമായ ദൈവവിശ്വാസത്തിലൂടെ മനുഷ്യൻ നേടുന്ന സ്വാതന്ത്ര്യം വളരെ മഹത്താണത്. ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടപ്പെടുന്ന ആദർശത്തെ പറയാനും പ്രചരിപ്പിക്കാനും ഭരണഘടനയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആർട്ടിക്കിളുകളിൽ ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാം ഒരുപോലെയാണെന്നും എല്ലാം ശരിയാണെന്നും പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. സൂചിപ്പിച്ചല്ലോ, കളങ്കമറ്റ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന ഇസ്ലാമും നന്നേ ചുരുങ്ങിയത് 3 ദൈവങ്ങൾ ചേർന്ന സംയുക്ത ഏകത്വത്തെ പഠിപ്പിക്കുന്ന ക്രൈസ്തവതയും രണ്ടും ഒരുപോലെ ശരിയാവില്ല. ഏതാണ് ശരിയെന്നത് നമുക്ക് അതിൻ്റെതായ വേദികളിൽ സംസാരിക്കാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് ശരി. അത് പറയുന്നതോ പ്രഖ്യാപിക്കുന്നതോ ഈ രാഷ്ട്രവിരുദ്ധമാവില്ല, അത് ഭീകരതയോ അല്ല, അത് വർഗീയതയോ അല്ല. അല്ലെങ്കിൽ കുറെ വൈവിധ്യങ്ങൾക്ക് എന്ത് പ്രസക്തിയുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. കുറെ ഏറെ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് ഹൈന്ദവ സമൂഹം. അത് അവരുടെ ആദർശം. അതേക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്.
കുറെ ദൈവങ്ങൾ ആരാധിക്കുന്ന ഹൈന്ദവതയും ഏകദൈവത്വത്തെ കുറിച്ച് മാത്രം പറയുന്ന ഇസ്ലാമും രണ്ടും ഒന്നാണെന്ന് പറയലെങ്ങനെ? രണ്ടും വ്യത്യസ്തമാണ്. അത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമൊന്നുമില്ല. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒന്നാന്ന് എങ്ങനെ പറയാം? സോഷ്യലിസവും ഇത് രണ്ടും ഒന്നാന്ന് എങ്ങനെയാണ് പറയാം? കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും അടിസ്ഥാനപരമായി ഒരർത്ഥത്തിന് യോജിച്ചു പോകില്ല. വ്യക്തിക്ക് സ്വത്ത് വരുന്നതോടുകൂടെ കമ്മ്യൂണിസ്റ്റ് അല്ലാതെയാകുന്നു. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, അതാണ് കമ്മ്യൂണിസത്തിന്റെ ആദർശം. അതിന് വിരുദ്ധമാകുന്നതൊന്നും കമ്മ്യൂണിസമല്ല. രണ്ടും ശരിയാണ് എന്ന് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയില്ല. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ശരിയാണെന്ന് ഒരു ക്യാപിറ്റലിസ്റ്റും പറയില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് ക്യാപിറ്റലിസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടാകരുത് അവന്റെ പ്രവർത്തനങ്ങൾക്ക്. ഇസ്ലാം ശരിയാണെന്ന് പറയുന്ന വിശ്വാസി ഹൈന്ദവന്റെയോ ക്രൈസ്തവന്റെയോ ആരാധനാലയങ്ങളെയോ സംസ്കാരങ്ങളെയോ പുച്ഛിക്കുകയോ എതിർക്കുകയോ ചെയ്യരുത്. അത് മതം വിരോധിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, അന്യ മതക്കാർ ആരാധിക്കുന്ന അവരുടെ ദൈവസങ്കല്പങ്ങളെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത്, അപഹസിക്കരുത് എന്ന്. ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം നൽകണം. അത് അവരുടേതായ വിശ്വാസമാണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തൻ്റേത് ശരിയെന്ന് വിശ്വസിക്കുന്നതിന് ഒരു തകരാറുമില്ല. അതാ ഞാൻ മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രാമനാവുന്ന ദൈവമായിരുന്നു ശരി, ഹൈന്ദവ ഗ്രന്ഥങ്ങളായിരുന്നു ശരി. ഗാന്ധിജിക്ക് ഗീത വ്യാഖ്യാനമുണ്ട്. 18 അധ്യായത്തെയും അദ്ദേഹം ആധുനികമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗീതയുടെ ആദർശം എന്താന്നുള്ളതിൽ ചർച്ച ഉണ്ടല്ലോ. അത് ഭക്തി പ്രസ്ഥാനാണോ കർമ്മപ്രസ്ഥാനാണോ എന്നൊക്കെ. ഗാന്ധിജി പറയുന്നത് കർമ്മമാണ് ഗീതയുടെ ആത്മാവെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കർമ്മത്തിനിറങ്ങിയത്. അദ്ദേഹം ശുദ്ധനായ ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ശുദ്ധമായ ഹൈന്ദവനായിരുന്നു. അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ള ചില തർക്കങ്ങൾ പ്രസിദ്ധമാണ്. അതിൽ ഒന്ന് ജാതിശൂദ്രത്വം തമ്മിലുള്ളതായിരുന്നു. വിസ്തരിക്കേണ്ടതാണ്. നമുക്ക് ഇന്ന് ആയത്തുൽ കുർസി കുറെ ചർച്ച ചെയ്യാനുണ്ട്. ഓരോന്നും വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ, നമ്മളെ കൊണ്ടൊരു ശല്യവും ചെയ്യാതെ, പറ്റുമെങ്കിൽ അവരെയൊക്കെ ആദർശപരമായ രീതിയിൽ അവരുടേതായ അഭിപ്രായങ്ങളെയൊക്കെ മാനിച്ച് എതിർക്കാതെ, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് മതപരമായി വിലക്കില്ലാത്ത ഭാഗങ്ങളിലൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത്, അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്ത്, അവരുടെ മക്കളെ കെട്ടിക്കാൻ സഹായിച്ച്, അവരുടെ വീട് നിർമ്മാണത്തിന് സഹായിച്ച്, പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മുന്നോട്ട് പോകുന്നതാണ് ജനാധിപത്യ ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ ആദർശം. ഇതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം വിലക്കപ്പെടേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതുമാണ്. ഈ ഒരു സ്നേഹത്തെയും ഐക്യത്തെയും ഇല്ലാതെയാക്കാനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിച്ചു വരിക്കുന്ന തന്ത്രം ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. അവർ ഭരിച്ചിടത്തൊക്കെ അവർ നടപ്പിലാക്കി. ഇന്ത്യയിലേക്ക് വന്ന കുറെ വിദേശ ശക്തികളുണ്ട്. ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, അറബികൾ, ബ്രിട്ടീഷുകാർ. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അറബികൾ ഏതെങ്കിലും നാട് കീഴടക്കിയോ? ഇല്ല. കൊള്ളയടിച്ചോ? ഇല്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ അറബികൾ ഉപദ്രവിച്ചോ? ഇല്ല. അറബികളുടെ ആകുന്ന കച്ചവടക്കാരുടെ കാരണത്താൽ ഏതെങ്കിലും ഒരു വീട് വിട്ടെറിഞ്ഞു പോവേണ്ടി വന്ന ഒരു ഇന്ത്യക്കാരന് ഇല്ല. മാന്യമായി അവർ കച്ചവടം നടത്തി. അവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെയുള്ള അവർക്ക് ആവശ്യമുള്ള സുഗന്ധന വ്യഞ്ജനങ്ങളും മറ്റും അങ്ങോട്ട് കൊണ്ടുപോയി. മര്യാദക്ക് മാന്യമായി അവർ കച്ചവടം നടത്തി. അവർക്ക് നല്ല സ്വാധീന മേഖലകളുണ്ടായിരുന്നു. വേണമെങ്കിൽ അവർക്കും കുറെ ഭാഗങ്ങളെയൊക്കെ കോളനിവൽക്കരിക്കാമായിരുന്നു. പക്ഷെ അവർ സത്യസന്ധമായി കച്ചവടം നടത്തുകയാണ് ചെയ്തത്. ഒരാളെയും ഉപദ്രവിച്ചില്ല. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ പോലും ഉണ്ടായില്ല. മാന്യമായ ലാഭത്തിന് അവർ കച്ചവടം ചെയ്തു. അത് ഇന്ത്യക്കാർക്ക് വലിയ സഹായമായി. അതുകൊണ്ടാണ് സാമൂതിരി രാജാവൊക്കെ അവർക്ക് പ്രത്യേകമായ ഇടങ്ങൾ അനുവദിച്ചത്. ആ അനുവദിച്ച ഇടം സ്വർഗമാക്കുകയും അതിൻ്റെ അപ്പുറമുള്ളത് വെട്ടിപ്പിടിക്കുകയും അങ്ങനെ സാമ്രാജ്യം സ്ഥാപിക്കാനും അവരൊരുങ്ങിയോ? ഇല്ല. അവർക്കൊരാദർശമുണ്ടായിരുന്നു. അന്യൻ്റെത് അപഹരിക്കാൻ പാടില്ലെന്ന്, വഞ്ചന പാടില്ലെന്ന്, പൂഴ്ത്തിവെപ്പ് പാടില്ലെന്ന്, കച്ചവടം സത്യസന്ധമാവണമെന്ന്. അല്ലാതെ വന്നാൽ പരലോകമെന്ന അവസാനിക്കാത്ത ഇടത്ത്
കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കച്ചവടമടക്കം ഓരോ നിമിഷത്തെയും സർവശക്തനാ റബ്ബ് കാണുന്നുവെന്ന്. ഈ ഒരു ആദർശത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യയിൽ അവർ വന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി, അവിടെയൊക്കെ മര്യാദക്കും മാന്യമായും കച്ചവടം നടത്തി അർഹിക്കുന്ന ലാഭം മാത്രം അവർ കൊണ്ടുപോയി. ഇന്ത്യക്കാരനും അത് സഹായകമായി. കാരണം അറേബ്യൻ നാടുകളിലും മറ്റുള്ള വസ്തുവകകൾ നമുക്ക് കിട്ടുമെന്നായി. ഇനി ഞാൻ പറഞ്ഞ മറ്റു 3 കച്ചവടക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കുക. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യയെ കൊള്ളയടിച്ചു. കോഹിന്നൂർ രത്നം പോലും ഇപ്പോഴും ലണ്ടനിലാണുള്ളത്. മുഗൾ ഭരണത്തിന്റെ അഭിമാനമായിരുന്നു അത്. കട്ടുകൊണ്ടുപോയി, ഇന്ത്യയെ കൊള്ളയടിച്ചു, മുച്ചൂടും നശിപ്പിച്ചു. ഇപ്പൊ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് റെയിൽവേ ലൈൻ ഉണ്ടായത് എന്തിനാണ്? പാവപ്പെട്ട കുറെ ആൾക്കാർ 10 രൂപ കൊണ്ട് യാത്ര ചെയ്തോട്ടെ നിർത്തിയിട്ടാണോ? അല്ല, നിലമ്പൂരാണ് ഇന്ത്യയുടെ തന്നെ തേക്കിന്റെ കേന്ദ്രം. അവിടെ നിന്ന് വലിയ തേക്ക് തടികൾ ബ്രിട്ടനിലേക്ക് കട്ടുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നല്ല, ഓരോ നാടും അവർ വെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അറബിയുടെയും ഒട്ടകത്തിന്റെയും കഥ അറിയാം നമുക്ക്. തണുപ്പാണ്, ഞാൻ എൻ്റെ തലയൊന്ന് വെക്കട്ടെ എന്നും പറഞ്ഞ അറബിയുടെ ടെന്റിലേക്ക് ഒട്ടകം ചെല്ലണതാണ്. നന്നായിട്ട് തണുക്കണം, ഇവിടെ കുറെ ഫ്രീ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കഴുത്തുകൂടെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. എത്ര ഒട്ടകം? നിങ്ങളാ മൂലക്കല്ല കിടക്കുന്നത്, ഞാൻ എൻ്റെ മുൻകാലൊന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. പതിയെ പതിയെ ഒട്ടകം കൂട്ടിലായി, ടെന്റിലായി, അറബി പുറത്തായി. ഇതാണ് മറ്റുള്ള എല്ലാ കച്ചവടക്കാരും നടത്തിയ രീതി. കൊള്ളയടിച്ചു, ഇന്ത്യക്കാരെ കൊന്നൊടുക്കി. പോർച്ചുഗീസുകാരൊക്കെ മതം മാറ്റാൻ വേണ്ടി അമ്മയുടെ മാറിൽ കിടക്കുന്ന കുഞ്ഞിനെ ഉരലിലിട്ടിടിച്ചതുപോലും ഇന്ത്യൻ ചരിത്രത്തിലുണ്ട്. ആ അമ്മയുടെ മതം മാറ്റാൻ ഉരലിലിങ്ങനെ കുഞ്ഞിനെ വെച്ചിട്ട് ഒലക്കങ്ങനെ പൊക്കി പിടിക്കുക. നീ മതം മാറുന്നോ അതോ ഇടിക്കണോ എന്ന് ചോദിച്ചിട്ട് ഏതൊരമ്മയുടെയും ഹൃദയം തകർന്നു പോകും. എത്ര ആളുകളെയാണ് കൊന്നൊടുക്കിയത്? ഓരോരുത്തരും, ഈ 3 ടീമും. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞമായ വിശുദ്ധമായ ഒരു ആദർശം അവരെ നയിക്കുന്നില്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കേണ്ടത് സത്യസന്ധനാണെന്ന ബോധം അവർക്കില്ലായിരുന്നു. വെട്ടിപ്പിടിക്കണം, അവിടേക്ക് അവരുടെ ആദർശം പ്രചരിപ്പിക്കണം, ഇതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ കുറിച്ച് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത്. ലോകം മൊത്തം അവർ കീഴടക്കിയത് കൊണ്ട് സൂര്യൻ എവിടെ, ഏത് സമയത്തും അവരുടെ രാജ്യങ്ങളിൽ സൂര്യൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും അവർക്ക് സൂര്യ അസ്തമിക്കണില്ല. ഏതെങ്കിലും അവരുടെ നാട്ടിലായിരിക്കും സൂര്യൻ എപ്പോഴും ഉണ്ടാവുക. അതിൻ്റെ വൃത്തികെട്ട അനുസ്മരണത്തിന് വേണ്ടി ഇന്നും നമ്മളെ അവർ പാകപ്പെടുത്തി. അങ്ങനെയാണ് കോമൺവെൽത്ത് ഗെയിംസുകൾ നടക്കുന്നത്. ബ്രിട്ടീഷ് കോളനിക്കാരാകുന്ന ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച, ഊറ്റിയ, അവർ ജ്യൂസ് അടിച്ച് തുപ്പിയ നാടുകളുണ്ട്. ആ നാടുകളുടെ ആളുകളൊക്കെ പാടെ ചേർന്നിട്ടുള്ള ഒരു ഗെയിംസ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്. അത് ഇന്ത്യക്ക് കിട്ടുന്ന പറഞ്ഞൊരു വാർത്തയുടെ വായിച്ചു, ഭയങ്കര കാര്യമായി. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യക്ക് അനുവദിക്കുമല്ലോ, വലിയ കാര്യമായി. നമ്മൾ ആലോചിച്ച് നോക്കണം, അറബികളും മറ്റുള്ളവരും തമ്മിലുള്ള കച്ചവടത്തിന് വന്നിട്ട് നടത്തിയ പ്രവർത്തികളിലുള്ള ധാർമ്മികതയും അധാർമികതയും. ഈ ഒരു സമൂഹത്തിന് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആത്മാവിന് വിരുദ്ധമാണെന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പൂർവികരുടെ ആദർശത്തിനെതിരാണെന്നും തൽക്കാലം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. എങ്ങനെയാണ് മനുഷ്യൻ സ്വതന്ത്രനാകുന്നത്? അത് എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാവണം. ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകണം. ആ രീതിയിലെത്തുമ്പോൾ തന്നെ നിയന്ത്രിക്കുന്ന, തനിക്ക് വേണ്ട എല്ലാം സംവിധാനിച്ച ഏകനാകുന്ന അള്ളാഹു, ആ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന ബോധത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവൻ ഭയത്തിൽ നിന്ന് സ്വതന്ത്രനാകും. വിശപ്പുണ്ടാവും, രോഗമുണ്ടാവും. അത് റബ്ബ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന ബോധത്തിലേക്ക് അവന് വരണം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ. നിങ്ങളെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം തന്നിട്ട്. വിവിധങ്ങളായ നിയമങ്ങൾ വരുന്നു എന്നുള്ള ഭയം വരും. വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാൻ വരുന്നു, കുറെ ആളുകളെ അതിൽ നിന്ന് വെട്ടി ഒഴിവാക്കുന്നു എന്നുള്ള നിയമം വരും. അതല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ചില വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കണം, നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലോ. വസ്തുത എന്താണെങ്കിലും കുറേയേറെ കഠിനാധ്വാനം ചെയ്ത്
ഇന്ത്യയുടെ പ്രതീക്ഷ നൽകുന്ന കുറെ വാർത്തകൾ പുതിയതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു റൂമിൽ നിന്ന് 80 വോട്ടുകളൊക്കെ ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തയാണ് വരുന്നത്. ഭയപ്പെടുത്തുന്നതാണിത്. ഒരു മണ്ഡലത്തിൽ 1,00,000-ലധികം വോട്ടുകൾ കള്ളത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കള്ള വോട്ടുകളാണ്. അത് വിളിച്ചു പറയുന്നവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലേ? മാധ്യമങ്ങളിൽ ആഘോഷങ്ങൾ വരണില്ലേ? എല്ലാം ഒരു ഭയങ്കരമായ മൗനത്തിലാണ്. ഈ മൗനം ഇന്ത്യയെ നശിപ്പിക്കുമെന്നെങ്കിലും പുതിയൊരു സ്വാതന്ത്ര്യപ്പിറവിയെ മോഹിച്ചു നിൽക്കുന്ന നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം. ഖൗഫ്, ഭയം. ഈ ഭയം നൽകി അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. വജൂഅ്, വിശപ്പ് നൽകി പരീക്ഷിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്നു, ഫബശ്ശിരി സ്വാബിരീൻ. അള്ളാഹുവിൽ ഭരമർപ്പിച്ച് ആത്മീയമായി ഉന്നതിയിലേക്ക് ഉയർന്നു ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണെന്ന ബോധം ഉൾക്കൊണ്ട് ക്ഷമാശീലരാകുന്നവർക്ക് സുവിശേഷം അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല വിപത്തു നേരിടുമ്പോൾ ഖാലൂ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൽ നിന്നാണ് ഞങ്ങൾ വന്നത്, അള്ളാഹുവാണ് ജീവിതം ഒരുക്കി തന്നത്, ഇതുവരെ സന്തോഷത്തോടുകൂടെ ജീവിപ്പിച്ചത്, ഓക്സിജൻ നൽകിയത്, അന്നം നൽകിയത്, നമ്മുടെ ഉപാപചയ വ്യവസ്ഥയെ കൃത്യമായി നിലനിർത്തിയത്, നമ്മുടെ ശരീരത്തിന് പോഷകം ആഗിരണം ചെയ്യാനുള്ള ശേഷി നൽകിയത്, വേസ്റ്റുകൾ വിസർജിക്കാനുള്ള കഴിവ് നൽകിയത്, ഇതൊക്കെ എൻ്റെ റബ്ബ് നൽകിയതാണ്. ഇന്നാ ലില്ലാഹി, ഞങ്ങളെല്ലാം റബ്ബിൽ നിന്ന്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് തന്നെ മടങ്ങാനുള്ളതാണെന്ന ബോധം ഉണ്ടാവും അവർക്ക്. അപ്പൊ അവർ സ്വയം സംസ്കൃതരാകും, സമൂഹത്തെ സംസ്കരിച്ചുകൊണ്ടിരിക്കും. ഒരാളുടെയും അഹിതമായൊരു സമ്പത്ത്, ചില്ലിക്കാശ് പോലും അവരുടെ സമ്പത്തിന്റെ ഗണത്തിലേക്ക് വരില്ല. ഒരാളെയും അവർ അതിക്രമിക്കില്ല. നല്ല മനോഹരമായി സംസാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വർഗത്തിലെ കുറേ അനുഭൂതികളുണ്ടല്ലോ, അതിൽ ഹബീബായ നബി തങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്ന ഒരു കാര്യം, പുറവും ഉള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന ശുദ്ധമായ സ്ഫടികത്തിൽ നിർമ്മിച്ച ഒരു കൊട്ടാരം കിട്ടുമെന്നാണ്. ഇത് ആർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്നു? 2-3 വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഹബീബായ നബി തങ്ങൾ. ഒന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ ഉദ്ധരിക്കാം. ലിമൻ അലാനൽ കലാം, മൃദുവായി സംസാരിക്കുന്നവർ. കുറച്ച് സംസാരിക്കൂലാന്ന്, എന്ത് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തൂലാന്ന്, എന്ത് പറഞ്ഞാലും ഭീഷണിയായിട്ട് സംസാരിക്കൂല. നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ഭാര്യമാർ, മക്കൾ, നമ്മുടെ കീഴിലുള്ളവർ, അവരുടെ മേലിൽ സംസാരത്തിൽ ഒരു ഗർവ് കാണിക്കൂല എന്ന്. കീഴിലുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് ഞാൻ തിരക്കടില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാകും. അണുമണിത്തൂക്കം, അണുവിന്റെ തൂക്കം, കിബർ ഉള്ളിലുള്ളവർക്ക് സ്വർഗപ്രവേശം സാധ്യമല്ലെന്ന ഹബീബായ മുഹമ്മദ് റസൂൽ തങ്ങളുടെ വചനം നമ്മൾ ഓർക്കാതെ പോകരുത്. ചില ആളുകളൊക്കെ ഉണ്ട്, അങ്ങാടി തോറ്റ ഭാര്യനോടാണ് പിന്നീട് അത് തീർക്കുക. വളരെ മോശം. ഹബീബായ നബി തങ്ങൾ പൗരുഷത്തിന്റെ മാനദണ്ഡം പറഞ്ഞത് എന്താണ്? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഭാര്യനോട് നന്നായിട്ട് ഇടപെടാൻ കഴിയുന്നവനാണ് എന്നാണ്. പുരുഷത്വത്തിന്റെ പൗരുഷത്വത്തിന്റെ മാനദണ്ഡം പറയുന്നിടത്ത് ഭാര്യയോടുള്ള ഡീലിങ്ങിനെ പരിഗണിച്ചു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഭാര്യയോട് മര്യാദക്ക് ഇടപെടാൻ കഴിയുന്നവൻ. നമ്മുടെ കീഴിലാന്ന് കരുതിട്ട് അവരെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കരുത്, നോവിക്കരുത്. വലിയ സ്നേഹത്തിൽ ആള് വന്ന സമയത്ത് ആ പെണ്ണ് വന്ന് ഞാൻ ചോറെടുക്കട്ടെ നമുക്ക് കഴിക്കല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് കാറ്റ് വിഴുങ്ങിയാൽ മതി, ഒന്ന് തിരിച്ചു ചോദിക്കുക. മന്നലാനൽ കലാം, മൃദുവായി സംസാരിക്കാൻ കഴിയണം. ഒന്ന് കാറ്റ് വിഴുങ്ങിയാൽ മതി, അതാണ് അതിന് മറുപടി. വേണമെങ്കിൽ ചോറെടുക്കാന്ന് പറയണം, അല്ലെങ്കിൽ തൽക്കാലം വേണ്ടെന്ന് പറയണം. കുളിക്കാൻ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല, കോഴിന്റെ പോലെ ഞാൻ മണ്ണ് കുളിച്ചോളാം എന്ന് പറയും. ഞാൻ കോഴിന്റെ മാതിരി മണ്ണ് കുളിച്ചോളാം. ഇതൊക്കെയാണോ അതിനുള്ള മറുപടി? ഹബീബായ റസൂൽ സ്വർഗത്തിന്റെ സമൃദ്ധി പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു പ്രത്യേകമായ സംവിധാനം വിശദീകരിച്ചിട്ട് അത് ആർക്ക് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ ഒന്നാമത് വിശദീകരിക്കണ ലിമൻ അലാനൽ കലാം, മൃദുവായി, മാന്യമായി, പക്വതയോടുകൂടെ, പ്രതീക്ഷാപൂർവം, വെറുപ്പിക്കാതെ, അകറ്റാതെ, സ്നേഹമൃസണമായി സംസാരിക്കാൻ കഴിയുന്നവർക്ക്
ലോകത്തിന്റെ ഗുരു നടത്തിയ കുറെ ഉപദേശങ്ങൾ ലോകം കേൾക്കുകയാണെങ്കിൽ ഇന്ന് ലോകം എത്രമേൽ നന്നാവുമെന്ന് വിചാരിച്ചു പോകും. മതം, ആദർശം, നബി, മറ്റൊരാളുടെ നബി, ഇതൊക്കെ മാറ്റിവെക്കുക. ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി നിരക്ഷരരായിരുന്ന ഒരു ഗ്രന്ഥം പോലും വായിച്ചില്ലെന്ന്, ഒരക്ഷരം എഴുതിയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിന്റെ 48-ാമത്തെ വചനത്തിലൂടെ പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച കുറേ ഐഡിയകൾ, ആദർശങ്ങൾ ലോകം അത് ക്ഷമിക്കുകയാണെങ്കിൽ ഇന്നുള്ള മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് പറഞ്ഞത് ഞാനല്ല, ലോകത്തുള്ള സർവ്വ നേതാക്കളെയും ആധികാരികമായി പഠിച്ച ജോർജ് ബെർണാഡ്. ലോകത്തിന്റെ നായകത്വം മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരാളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു. ജോർജ് ബെർണാഡ് അങ്ങനെ പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അഭിവായ നിബിധങ്ങളെ കുറിച്ച് പഠിച്ചു. അതുകൊണ്ടാണല്ലോ ലോകത്തെ മതപരമായും മതേതരമായും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളെ കുറിച്ച് 7 വർഷം എടുത്ത് പഠനം നടത്തി. അവസാനം ദി 100 എന്ന പേരിൽ പുസ്തകം എഴുതിയപ്പോ ഒന്നാമത്തെ സ്ഥാനം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ ക്രൈസ്തവനായിട്ടും അദ്ദേഹം നിർബന്ധിതനായി. എന്തുകൊണ്ട്? മതപരമായും മതേതരമായും ലോകത്തെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരാളില്ല. നമ്മളിങ്ങോട്ട് കയറി വന്നത് നബി പറഞ്ഞത് പ്രകാരമാണ്. ഇവിടെ ഇരിക്കുന്നത് മുത്തറസൂൽ പറഞ്ഞ എഴുത്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ടാണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് മുത്തറസൂൽ പറഞ്ഞത് പ്രകാരമാണ്. വീട്ടിലേക്ക് കയറുന്നത്, മക്കളോട് ഡീൽ ചെയ്യണത്, ഭാര്യയോട് സംസർഗത്തിൽ ഏർപ്പെടുന്നത്, ഉറങ്ങുന്നത്, ഉറങ്ങി എഴുന്നേൽക്കുന്നത് മൊത്തം ഹബീബായ നബിതങ്ങൾ പറഞ്ഞത് പ്രകാരമാണ്. ലോകത്തെ ഏതൊരു ഗുരുവിന്, ഏതൊരു നേതാവിന് തന്റെ കൊടാനക്കോടി അനുയായികളെ ഇவ்விധം സ്വാധീനിക്കാൻ സാധിച്ചു? ഇത് കേവലം അവകാശവാദമല്ലല്ലോ, അനുഭവമല്ലേ. യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്ന് ബൈബിൾ മുഴുവൻ എടുത്ത് പരിശോധിക്കുക. അദ്ദേഹം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു എന്നൊക്കെയുള്ള ചില വർത്താനങ്ങൾ കാണും. അതിനപ്പുറം ഒരു മനുഷ്യൻ മുഴുവനായി അദ്ദേഹത്തെ മാതൃകയാക്കണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സ്രോതസ്സുകൾ ലഭ്യമല്ല. ഇന്ന് നിലവിലുള്ള സ്രോതസ്സുകൾ തന്നെയും അനുയായികൾ തീരെ പാലിക്കുന്നില്ല. അദ്ദേഹം സാഷ്ടാംഗം നമിച്ചു എന്നുണ്ട് ബൈബിളിൽ, സുജൂദ് ചെയ്തു എന്നർത്ഥം. ഇന്ന് സുജൂദിന്റെ പരിപാടി അനുയായികൾക്കില്ല. ഒരു വസ്തുത വിശദീകരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹം എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം പറയാണ്. തന്റെ അനുയായികളെ കാണുമ്പോൾ സലാം അലൈക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മലയാളം ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അനുയായികളെ കാണുമ്പോൾ സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അറബി ബൈബിളിൽ സലാമുൻ അലൈക്കും എന്നുണ്ട്, ഹീബ്രു ബൈബിളിൽ ശലാം അലൈക്കും എന്നുണ്ട്. ഇന്ന് അനുയായികൾ ആരും അത് സ്വീകരിക്കണില്ല. ലോകത്ത് എവിടെയെങ്കിലും നടപ്പുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ടനുഭവിച്ചിടത്തോളം, വായിച്ചു പഠിച്ചിടത്തോളം അതില്ല. സ്രോതസ് വളരെ കുറവ്, ആ ഉള്ളത് തന്നെ പാലിക്കുന്നവരും വളരെ കുറവ്. ഞാനിവിടെ കയറി നിന്ന് പ്രസംഗം തുടങ്ങിയത് സലാം പറഞ്ഞിട്ടാണ്. പിന്നീട് ഞാൻ നടത്തിയത് വിസ്മിയാണ്, ഹംദാണ്. പിന്നെ ഞാൻ സ്വലാത്ത് നടത്തുന്നു. പ്രസംഗത്തിന് അതൊന്നുമില്ലെങ്കിലും സാധ്യമാണ്. എന്തുകൊണ്ടത് ചെയ്യണം? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു പ്രഭാഷണം തുടങ്ങിയത്. കോടാനുകോട് മനുഷ്യരുടെ ചലന നിശ്ചലനങ്ങളെ ഏതെങ്കിലും കുറച്ച് ആരാധനകളല്ലാണ്, ഏതെങ്കിലും കുറച്ച് ആരാധനകളെ മുഹമ്മദ് റസൂൽ നിയന്ത്രിച്ചു, അതല്ല പ്രശ്നം. കോടാനുകോടി മനുഷ്യരുടെ ചലന നിശ്ചലനങ്ങളെ, അവരുടെ വാക്കിനെയും നോക്കിനെയും ചിന്തയെയും കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും വിമർശിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു ഗോത്രവർഗത്തിന്റെ നേതാവ്. ഇത് കണ്ടിട്ടാണ് പല ആളുകളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കയറി വന്നത്. മുഹമ്മദ് അലി പിക്താൾ എന്ന പേരിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ, വലിയ പ്രബോധകൻ. അദ്ദേഹം മുഹമ്മദ് അലി പിക്താൾ അല്ലായിരുന്നു. ആദ്യം ക്രൈസ്തവ പ്രബോധകനായിരുന്നു അദ്ദേഹം. ലണ്ടനിലെ തന്റെ ഫ്ളാറ്റിലിരിക്കുമ്പോൾ ഒരു ബഹളം കേൾക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു യുവാവിനെ വൃദ്ധനായ ഒരു മനുഷ്യൻ വന്ന് കയർത്തുകൊണ്ടിരിക്കുന്നു, ശകാരിക്കുന്നു. ഇടക്കിടക്ക് അദ്ദേഹം ഈ യുവാവിനെ മർദ്ദിക്കുന്നു. എല്ലാം സുസ്മേരവദനായ യുവാവ്
കൊണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം ഇദ്ദേഹം പോകുന്നു. ഈ മനുഷ്യന് വലിയ കൗതുകമായി. അദ്ദേഹം ഇറങ്ങിച്ചെന്നു. ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. വളരെ ദുർബലനായിരുന്ന ഒരു വൃദ്ധൻ താങ്കളെ പരിഹസിക്കുന്നു, ശകാരിക്കുന്നു, ആക്രമിക്കുന്നു. നിങ്ങൾ അതെല്ലാം സഹിച്ച് ക്ഷമിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നു. പിക്താള് ചോദിക്കുകയാണ്. ആ ചെറുപ്പക്കൻ പറഞ്ഞു, സാരല്ല, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഏതാനും ഡോളർ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു, സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹം അതിനാണ് ഇങ്ങനെ കയർക്കുന്നത്. പിക്താള് ചോദിച്ചു, അതിലൂടെ ഒരു നിയമവും രീതിയൊക്കെ അല്ലേ, നിങ്ങൾക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനാണ് കുറ്റക്കാരൻ. കാരണം കടം മേടിച്ചാൽ കൃത്യസമയത്ത് കടം വീട്ടണമെന്ന് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അയാൾ ശകാരിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മറിച്ചു പറഞ്ഞുകൂടായിരുന്നോ? വലിയവരെ ആദരിക്കണമെന്ന്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ തല്ലിയല്ലോ, നിങ്ങൾക്കതൊന്ന് തിരിച്ചു കൊടുത്തുകൂടായിരുന്നോ? ദുർബലരെ ആക്രമിക്കരുതെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പിക്താൾ ഉന്നയിക്കുന്ന ഓരോ ചോദ്യത്തിനും ആ ചെറുപ്പക്കാരൻ മറുപടി പറയണേ, ഞങ്ങളെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു ഗോത്രത്തിന്റെ, ആ പ്രാദേശികമായ ഒരു ഗോത്ര സമൂഹത്തിന്റെ നേതാവായിരുന്ന ഒരു കാട്ടറബി എന്ന് ഹബീബായി നബി തങ്ങളെ വിശ്വസിച്ചിരുന്ന പിക്താളിന് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഹബീബായി നബി തങ്ങളെ ആത്മാർത്ഥമായി പഠിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പഠിച്ചു, മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ബൈബിൾ പരാമർശം ഇല്ലെന്ന് തെളിയിക്കാനായിരുന്നു ഫാദർ ബെഞ്ചമിൻ കെൽദാനി പുസ്തകം രചിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം പഠിച്ചു. വലിയ ഹീബ്രു, അരമായിക്ക്, സുറിയാനി പണ്ഡിതൻ, ഗ്രീക്ക് ഭാഷകൾക്ക് നന്നായിട്ട് അറിയാം. ലഭ്യമായ പഴയ സ്രോതസ് എല്ലാം വെച്ച് അദ്ദേഹം പഠിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിലേക്ക് എത്തി. മുഹമ്മദിന്റെ ബൈബിൾ എന്ന പേരിൽ ലോകത്ത് നൂറുകണക്കിന് ഭാഷകളിലേക്ക്, നമ്മുടെ മലയാളത്തിൽ പോലും ഉണ്ട് ആ പുസ്തകം, മുഹമ്മദ് നബി ബൈബിളിൽ നിന്നും പറഞ്ഞിട്ട് നൂറുകണക്കിന് ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ട ഗ്രന്ഥം രചിച്ചു അദ്ദേഹം. ഈ ലോകത്തിന്റെ നായകൻ നമുക്ക് മാതൃകയാണ്. മാന്യമായി സംസാരിക്കാനും മര്യാദക്ക് വർത്താനം പറയാനും ഇത് രാഷ്ട്രീയക്കാർ ഉൾക്കൊള്ളണം, ഭരണാധികാരികൾ ഉൾക്കൊള്ളണം, കുടുംബനാഥൻ ഉൾക്കൊള്ളണം, അധ്യാപകൻ ഉൾക്കൊള്ളണം, കച്ചവടക്കാരൻ സ്വീകരിക്കണം. അങ്ങനെ വന്നാൽ ലോകം സുന്ദരാകും, മനോഹരമാകും. ഈ ഒരു ലോകത്തെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് പടച്ച റബ്ബിലുള്ള യഥാർത്ഥ വിശ്വാസം. ആയത്തുൽ കുർസി ആരംഭിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട്. ഹയ്യ്, ഖയ്യൂം അല്ലാഹുവിന്റെ രണ്ട് വിശേഷ നാമങ്ങളാണ്. അതേക്കുറിച്ച് ധാരാളം നമുക്ക് പറയാനുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. വലിയ വലിയ മഹാത്ഭുതങ്ങൾ നമ്മുടെ പൂർവികരിൽ പലരും നടത്തിയത് ഈ ഒരു വിശുദ്ധനാമം ഉപയോഗപ്പെടുത്തിയാണെന്ന് തഫ്സീറുൽ ഖുർത്തുബി പോലെയുള്ള വിശുദ്ധമാം ഗ്രന്ഥങ്ങളിലുണ്ട്. കുറേ സംഗതികൾ. അല്ലാഹുവിന് 99 പ്രധാനപ്പെട്ട നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അവ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹയ്യ്, ഖയ്യൂം ഈ രണ്ട് നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും ശ്രേഷ്ഠമായ അൽ ഇസ്മുൽ അഅ്ളമാണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. വേറെ നാമങ്ങളെ കുറിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട്. അള്ളാഹു എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വലിയ വലിയ മഹാന്മാരായ ചർച്ചയാണ്. ഞാൻ അതിന്റെ ഒരു ടോട്ടലാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അസഫിന് ബർഖയ എന്ന് പറയുന്ന ഒരു വലിയ ഉണ്ടായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജസദസ്സിൽ അവിടുത്തെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തിരുന്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധു കൂടെയായിരുന്നു അദ്ദേഹം. തന്റെ അനുയായികളിൽ വലിയ മഹാന്മാരുണ്ടെന്ന് തെളിയിക്കണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു. അങ്ങനെ സാബായിലെ രാജ്ഞി സുലൈമാൻ നബിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി യാത്ര തുടങ്ങിയതിനു ശേഷം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്ര. അവര് തന്റെ അനുയായികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇതേ നമുക്കൊരു കത്ത് വന്നിരിക്കുന്നു, മിൻ സുലൈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആന്റെ ഉള്ളിലൊരു ബിസ്മിള്ളത് അവിടെ. അപ്പോ നമുക്കൊരു കത്ത് വന്നിട്ടുണ്ട്, സുലൈമാൻ എന്ന് പറയുന്ന രാജാവിൻ്റെതാണ്, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നാണ് പറയേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവര് ചോദിക്കുകയാണ്. ആ സമയത്ത് തന്റെ കൊട്ടാരത്തിലുള്ള വിദഗ്ധരെല്ലാവരും
അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം, അവർ വരട്ടെ, നമുക്ക് നേരിടാന്ന് പറയുന്നു. ബുദ്ധിമതിയാവുന്ന ബിൽഖീസ് അത് പാടില്ല. ഏതൊരു രാജാവും ഒരു നാട്ടിൽ കയറിയാൽ അവിടെ ഖറാബാക്കും, തകർക്കും. ആ നാട്ടിലുള്ള നല്ല പ്രതാപികളാവുന്ന മനുഷ്യരെയൊക്കെ ഏറ്റവും നല്ല നിസ്സാരരാക്കി തോൽപ്പിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. ഈ ബിൽഖീസിനെ ഒന്ന് ഞെട്ടിക്കണമെന്ന്, തൻ്റെ അനുയായികളുടെ കൂട്ടത്തിലുള്ള മഹാന്മാരെ കുറിച്ചൊന്ന് അവരെ പഠിപ്പിക്കണമെന്ന്, താങ്കൾ ഉൾക്കൊള്ളുന്ന ആദർശം തീരെ ശരിയല്ലെന്നും പരിശുദ്ധമാം ഇസ്ലാമിൽ ഉൾക്കൊള്ളുന്നതോടുകൂടി ഉണ്ടാകുന്ന വലിയ വലിയ നേട്ടങ്ങളെ കാണിച്ചു കൊടുക്കണമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു. മഹാനുഭാവൻ ചോദിക്കുകയാണ്, അയ്യക്കും യഅ്തൂനി ബിഅർശിഹാ ഖബ്ല അൻ തഅ്തൂനി മുസ്ലിമീൻ. അവർ മുഅ്മിനീങ്ങളായിട്ട് മുസ്ലിങ്ങളായിട്ട് ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് അവരുടെ പ്രസിദ്ധമായൊരു സിംഹാസനമുണ്ട്, അതിവിടെ ആരെത്തിക്കും? ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഒരു മഹാമല്ലം പറഞ്ഞു, അങ്ങ് ഉച്ചക്ക് എഴുന്നേൽക്കുമല്ലോ, അതിന്റെ മുന്നേ ഞാൻ കൊണ്ടുവരാം. അത് പോരായിരുന്നു. ആ സമയത്ത് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, സൂറത്തുൻ നംലിന്റെ 38, 39, 40 വാക്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദജ്ഞാനമുള്ള ഒരു വലിയ പറഞ്ഞു, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ തർഫുക്, അങ്ങ് ഇമ വെട്ടിപ്പൊക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം. അപ്പോഴേ സാധനം മുന്നിലെത്തി. തത്സമയം സാബായിലുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുമ്പിലെത്തിയപ്പോ ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഫളലാണെന്ന് മഹാനുഭാവൻ റബ്ബിനെ സ്തുതിക്കുന്നു. ഏത് നിയമത്ത് കിട്ടിയാലും റബ്ബിനെ സ്തുതിക്കണം. അപ്പൊ കൊണ്ടുവന്നത് ആസഫിന് ബർഖയാണ്. സുലൈമാൻ നബി ആദാമിൻ ഫളല് റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളലാന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഏത് വലിയാണെങ്കിലും ഏത് നബിയാണെങ്കിലും എത്ര വലിയ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും എല്ലാം റബ്ബ് താഴെ നൽകുന്നതാകുന്നു. അതുകൊണ്ട് പോലെ റബ്ബാക്കലൊന്നും വരുന്നില്ല. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായ ആരോടും മനുഷ്യ കൈയിൽപ്പെടാത്തത് ചോദിക്കുന്നത് ശിർക്കാണെന്നൊരു പുസ്തകത്തിലുണ്ട് കേരളത്തിൽ. കുഞ്ഞീദ് മദരിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ള പുസ്തകത്തിൽ, അതിന്റെ 93-ാമത്തെ പേജിൽ, മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മനുഷ്യ കഴിവിൽപ്പെടാത്തത് ഒരാളോട് ആവശ്യപ്പെടുന്നത് ശിർക്കാണ്. ആര് മാനദണ്ഡം വെച്ച സുലൈമാൻ നബി അലൈഹി സ്വലാം? നമുക്ക് പറയാൻ വയ്യ, അത് നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ലേ. കാരണം മനുഷ്യ കഴിവിൽപ്പെട്ടത് മാത്രമല്ല, ജിന്നിന്റെ കഴിവിൽപ്പെട്ടതുമല്ല അദ്ദേഹം ചോദിക്കുന്നത്. അയ്യക്കും യഅ്തൂനി ബിഅർശിഹാ, അവരുടെ സിംഹാസനം അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് ആര് കൊണ്ടുവരുന്നതാണ് ചോദ്യം. അപ്പൊ ജിന്ന് മാത്രല്ല, ഇഫ്രീത്ത്, ജിന്നുകളുടെ കൂട്ടത്തിൽ ഭയങ്കര ഉഷാറുള്ളവരാണ് ഇഫ്രീത്തുമാര്, മല്ലന്മാർ. ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞു, ഒരു മല്ലനായ ജിന്ന് പറഞ്ഞു. സുലൈമാൻ നബിയുടെ പതിവനുസരിച്ച് രാവിലെ ഫത്വ കൊടുക്കാനും ഭരണകാര്യങ്ങൾക്കും വേണ്ടി സിംഹാസനത്തിൽ ഇരുന്നാൽ, കസേരയിലിരുന്നാൽ പിന്നെ ഉച്ചക്കേ പോകാറുള്ളൂ, അതിന്റെ മുന്നേ ഞാൻ കൊണ്ടുവരാം, അത് പോരായിരുന്നു. അപ്പോഴാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദജ്ഞാനമുള്ള ഒരു വലിയ, അദ്ദേഹത്തിന്റെ പേര് തഫ്സീറുകളിലുണ്ട്, ആസഫ് ഇബ്നു ബർഖിയ. അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ണിമ വെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. കൊണ്ടുവന്നു. ഹാദാ മിൻ ഫദ്ലി റബ്ബി. മനുഷ്യ കഴിവുപ്പെട്ടത് മാത്രമല്ല, ജിന്നിന്റെ കഴിവിൽ പോലും പെടാത്തത് ആവശ്യപ്പെടുന്നു. തൗഹീദ് പഠിപ്പിക്കാൻ വന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പൊ നമ്മുടെ നാട്ടിലേക്കുള്ള തൗഹീദിനെ കുറിച്ചുള്ള തർക്ക കുതർക്കങ്ങളിൽ ഒരു ചെറിയ തീരുമാനത്തിലേക്ക് എത്തണം തോന്നുകയാണ്. നമ്മളങ്ങനെ ഉണ്ടാക്കി പെരുപ്പിച്ച് മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കല്ല വേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ ആസഫ് ഇബ്നു ബർഖിയ ഈ മഹാത്ഭുതം കാണിച്ചത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷ നാമത്തെ ഉപയോഗപ്പെടുത്തിയാണെന്ന് ഇമാം ഖുർത്തുബി പറയും. അപ്പൊ ഈ ഹയ്യ് ഖയ്യൂം എന്ന് പറയുന്ന നാമത്തിന് ഏറെ ശ്രേഷ്ഠതകളുണ്ട്. വേറെ കുറെ അത്തരം വലിയ കാര്യങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ പറ്റും. ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ആസഫ് ഇബ്നു ബർഖയുടെ കഥ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദാ അറാദ യുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുമ്പോഴെല്ലാം യദ്ഉ ബിഹാദ ദുആ, ഈ ദുആ അവിടുന്ന് ദ്വാർക്കും, യാ ഹയ്യു യാ ഖയ്യൂം ഇഹ്യി ഹാദാ, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായിട്ടുള്ളവനെ, ഖയ്യൂമായിട്ടുള്ളവനെ, എന്നെന്നും ജീവിക്കുന്നവനെ, എന്നെന്നും നിലനിൽക്കുന്നവനെ ഈ മനുഷ്യനൊന്ന് എഴുന്നേൽപ്പിക്കണമേ. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് വരും.
യേശുക്രിസ്തു മനുഷ്യനെ ജീവിപ്പിച്ചിരുന്ന കഥ പറയുന്നുണ്ട് ബൈബിൾ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫാദർ അബ്ദുൽ മസീഹാണ് അത് രചിച്ചത്. അദ്ദേഹം മാർത്തയുടെ സഹോദരനാവുന്ന ലാസർ എന്ന് പറയുന്ന വ്യക്തിയെ യേശുക്രിസ്തു മരണാനന്തരം ജീവിപ്പിക്കുന്ന കഥ പറയുന്നുണ്ട്. മറ്റു പ്രവാചകന്മാർ ദൈവനാമത്തിൽ ഇത്തിരിയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ, ഞാനീ പറഞ്ഞ പുസ്തകത്തിന്റെ 12ാമത്തെ പേജാണ്, യേശുക്രിസ്തു സ്വന്തം നാമത്താൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അതിന് ഉദാഹരണമാണ് മാർത്തയുടെ സഹോദരൻ ലാസറിന്റെ മരണം. യേശു എത്തിയപ്പോഴേക്ക് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാർത്തയുടെ തന്നെ പ്രയോഗം പഴയ മോഡൽ ബൈബിളിലൊക്കെ ഉള്ളത്, ഗുരു ഇനി എന്ത് കാര്യം, ചത്തിട്ട് നാറ്റം വെച്ചു തുടങ്ങിയല്ലോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും, തൻ്റേതല്ല ദൈവത്തിന്റെ മഹത്വം കാണും. എവിടെയാണ് കബറടന്ന് ചോദിക്കുന്നുണ്ട്. ആളുകളൊക്കെ ചെല്ലുന്നുണ്ട്. മാർത്തയും മറിയവും ഈ മരണപ്പെട്ട ആളുടെ 2 സഹോദരിമാരാ. അവർ കരഞ്ഞു പിറകെ കൂടുന്നുണ്ട്. കർത്താവ് എന്നോട് ഉണ്ടെങ്കിൽ എന്റെ സഹോദരന് ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ. നീ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നിനക്ക് നൽകുമെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. ഫാദർ അബ്ദുൽ മസീഹ് പറയണത് യേശു സ്വന്തം അധികാരത്തോടുകൂടെ വിളിച്ചു എന്നാണ്. യേശുവിൽ നിന്ന് ദീന് പഠിച്ച മാർത്തയും മറിയവും പറയണത്, നീ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നിനക്ക് നൽകുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരന് ഇത് സംഭവിക്കൂലായിരുന്നു എന്നാണ്. അങ്ങനെ ഖബറിന്റെ അടുത്ത് ചെല്ലുന്നു, തുറക്കാൻ പറയുന്നു. യേശുക്രിസ്തു അവിടെ വെച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ എല്ലാ സിദ്ധികളും നിന്നിൽ നിന്നുള്ളതാണ്. പടച്ചവനെ, ഞാൻ ചോദിക്കണതൊക്കെ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ ചോദിക്കുന്നു, ലാസറേ എഴുന്നേൽക്കുക എന്നാണ്. ഈ പുരുഷാരം വിശ്വസിക്കണം. ഏത് പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തിന്റെ അടിസ്ഥാനം അതാണ്. ആളുകൾക്ക് ദീനെത്തണം, അതിന് പ്രവാചകനാണ് എന്നതിന് അവർക്ക് തെളിവ് കിട്ടണം. ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അവരുടേതായ വിശ്വാസപൂർണതയ്ക്ക് വേണ്ട മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുക്കണം. ഈ നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിനു വേണ്ടി അവർ നിമിത്തം ഞാൻ ചോദിക്കുന്നു, ലാസറേ എഴുന്നേൽക്കുക. അങ്ങനെ ലാസറേ എഴുന്നേറ്റ് വരുന്നത് ഫാദർ അബ്ദുൽ മസീഹ് പക്ഷേ എഴുതി വെക്കുന്നത് ഇത് ബൈബിളിൽ എവിടെയെന്ന് പോലും അയാൾ കോട്ട് ചെയ്തില്ല. ഈ കഥ മാത്രം എഴുതി. യോഹന്നാൻ സുവിശേഷത്തിന്റെ 11ാം അധ്യായം വായിക്കുക പൂർണ്ണമായി. അപ്പൊ എങ്ങനെയാണ് യേശുക്രിസ്തു ജീവിപ്പിച്ചത് എന്നറിയും. ഖുർആൻ പറയുന്നത് സൂറത്ത് ആൽ ഇംറാനിൽ ഇതിനി എന്നല്ല, ഒരിക്കലും എന്റെ ഇഷ്ടപ്രകാരം എന്നല്ല, പിന്നെ ബിഇദ്നില്ലാഹി, അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം. ഈ ചുറ്റുമുള്ള പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ ചോദിക്കുന്നു, ലാസറേ എഴുന്നേൽക്കുക. എങ്ങനെയായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവർക്ക് ജീവനിട്ടത്? ഇമാം ഖുർത്തുബിയും ഇബ്നു കസീറും ഒക്കെ വിശദീകരിക്കുന്നു. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മുൽ അഅ്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അപ്പൊ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. ഇതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. ചോട്ടാ ഇലാഹുകൾ അതില്ല. ഹെൽപ്പർമാരായിട്ട് കുറെ ഇലാഹുമാർ അതില്ല. ഇബാദത്ത് ചെയ്യാൻ ഒരു ഇലാഹ്, അവര് കൊണ്ടേ കൊടുത്തിട്ട് വേറെ ഇലാഹ്. ഒരു വമ്പുറ്റ ഇലാഹ്. ആ ഇലാഹിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അടുപ്പിക്കാൻ വേണ്ടിയും കുറച്ച് കുഞ്ഞു ഇലാഹുകൾ. സൂര്യനാം വലിയ ദൈവം, സൂര്യന്റെ പ്രതീകമായി അഗ്നികുണ്ഡം. നമ്മൾ ആരാധിക്കേണ്ടത് അഗ്നികുണ്ഡത്തെ. ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള വലിയ പ്രതിഷ്ഠകൾ, അതിന്റെ താഴെ കുറെ കുഞ്ഞു പ്രതിഷ്ഠകൾ, ഓരോ ദിവസത്തിനും ഓരോ പ്രതിഷ്ഠകൾ. ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദിന്റെ 19ാമത്തെ വചനം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, ഉറപ്പിക്കണം, കൃത്യമായി മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു സംഗതിയും ഇലാഹായിട്ടില്ല. ഇതേ ശൈലിയിൽ ബൈബിളിലും നമുക്ക് കാണാൻ പറ്റും. മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12ാം അധ്യായം 29ാമത്തെ വാക്യം. ഇസ്രായേലേ കേൾക്ക, ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്തെന്നാൽ
നമ്മുടെ കർത്താവ് ഏകനാകുന്നു, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇസ്രായേലേ കേൾക്കുക, ഫലം മന്ന മനസ്സിലാക്കുക, അറിയുക, പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ കർത്താവ് ഏകനാകുന്നു. ഇതാണ് ലോകത്തെ സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. കാണുന്നതൊന്നും ദൈവമല്ലെന്ന് കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ ലാ യുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ, അവനെ ആരും കാണില്ല, അവൻ എല്ലാം കാണുന്നു, കാണാനുള്ള ശക്തി വിശേഷം കഴിവ് ശേഷി സിദ്ധി നൽകുന്നു. ഇതന്നെയാണ് കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ചുച്ചുശാന പക്ഷതീയേന ചംശുംഷി പക്ഷതി. കാണുന്നതൊന്നും ദൈവമല്ല. കാണുന്നതായിട്ട് നമ്മൾ ആരാധിക്കുന്ന കുറെ സാധനങ്ങൾ അതൊന്നും ദൈവമല്ലെന്ന് മനസ്സിലാക്കണം. പിന്നെ കണ്ണിന് കാഴ്ച നൽകുന്നവനാണ് അവൻ. രണ്ടാമത്തെ ഇതിന്റെ തൊട്ടുടനെയുള്ള ശ്ലോകത്തിൽ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കേൾക്കാൻ കഴിയുന്നത് ദൈവമല്ലാന്ന്. മീൻസ് ഒരാൾ വന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, അദ്ദേഹം വർത്താനം പറയണ്, നമ്മളത് കേൾക്കണു, അദ്ദേഹം ഒരിക്കലും ദൈവമല്ല എന്നാണ്. ശ്രോതേണ ശൃണോതി ഏത് ശ്രോതമിതം ശ്രുതം. കേൾക്കണത് ദൈവമല്ല, കേൾവി നൽകുന്നവനാണ് അവൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ പൂർവികരാകുന്ന പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. ഇത് പ്രചരിപ്പിക്കാൻ ആദം നബി മുതൽ മുത്ത് റസൂൽ തങ്ങൾ വരെയുള്ള പ്രവാചകത്വ ശൃംഖല അതത് കാലഘട്ടങ്ങളിൽ കടന്നു വന്നത്. അപ്പോ അടിസ്ഥാനപരമായി എല്ലാ ആദർശങ്ങളും ക്ഷണിക്കുന്നത് ഈ ഏകസത്യ ദൈവത്തിലേക്കാണ്. ബൈബിൾ നമ്മൾ നൂറുകണക്കിന് ഉദ്ധരിക്കാൻ പറ്റും. ഞാൻ ആ മാർക്കോസിന്റെ 12-ാം അധ്യായത്തിൽ അവസാനിപ്പിച്ചതാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ 40 ദിവസം ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന കഥ പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിന്റെ 4-ാം അധ്യായം. എന്നിട്ട് ഓരോന്ന് മൂപ്പരോട് ചെയ്യാൻ പറയുന്നുണ്ട്. നീ ദൈവത്തിന്റെ ആളാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് അവസാനം മലയുടെ മുകളിൽ നിന്ന് ചാടാൻ പറയുന്നുണ്ട്. നീ ദൈവത്തിന്റെ ആളാണെങ്കിൽ ദൂതന്മാരെ വിട്ട് ദൈവം നിന്റെ കാല് പാറയിൽ കൊള്ളാതെ താങ്ങിക്കൊള്ളു എന്ന് പറയുന്നുണ്ട്. അപ്പെടുത്തിട്ട് കല്ലെടുത്തിട്ട് ഇത് നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ ഇതൊന്ന് നീ അപ്പമാക്കി തരണം ഈ കല്ലിനെ എന്ന് ഈ ഇബ്ലീസ് ശൈത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയണത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് മനുഷ്യന് ജീവിക്കാം എന്നാണ്. ലാസ്റ്റ് ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ മത്തായി സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, സാത്താനെ പോകൂ, നമ്മുടെ കർത്താവ് ഏക കർത്താവ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് പറയണത്. ഇതാ ഈ ഒരു ആദർശം എല്ലാ ഗ്രന്ഥങ്ങളും മതങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് നമ്മൾ പലയിടങ്ങളിൽ കണ്ടുവരുന്നു. ശുദ്ധമായ ഏകത്വം അതാണ് ദൈവവിശ്വാസത്തിന്റെ കാതൽ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിക വചനമാകുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വാക്യം ആയത്തുൽ കുർസിയിൽ അല്ലാഹു പറയുന്നത്. അല്ലാഹു എന്നുള്ള പദത്തിനൊക്കെ വിമർശിക്കുന്നതാണ് സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ. അയാൾ ഈടെ പറയുന്നുണ്ട് അള്ളാ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രവർഗനെ ദൈവത്തിന്റെ പേരാണ്. കുറെ ദൈവങ്ങളുണ്ടായി, നയിപ്പെട്ട ഒന്നാണ് അള്ളാന്ന്. അല്ലാത്തെന്നാണ് ഒരു ചങ്ങാതി പൊട്ടപ്പോയത്തക്കാരൻ പറയുന്നത്. അതായിരുന്നു ഇത്ര അള്ളാഹു. എന്താ കാര്യം? ഈ എന്ന് പറയുന്നത് ഇങ്ങനെ നിർത്തി പറയുമ്പോ ഹാ എന്നായി പോകും. അപ്പൊ എന്നുള്ളത് അല്ലാഹ് എന്നായി പോയി എന്നാണ്. മരിയ ജോസഫ് എന്നാണ് ആ പൊട്ടപ്പോയത്തക്കാരന്റെ പേര്. വഖഫ് ചെയ്യുന്ന സമയത്ത് എന്നാകുന്ന രീതി ഉണ്ട് അറബിയിൽ. പക്ഷെ അല്ലാത്ത് എന്ന് പറയുന്ന എങ്ങനെ വഖഫ് ചെയ്താലും എത്ര തലകുത്തി പറഞ്ഞാലും അല്ലാത്ത് തന്നെ ആവുള്ളൂ, അല്ലാത്ത് തന്നെ ആവുള്ളൂ, അല്ലാഹു എന്നാവൂല. ഒന്ന്. രണ്ടാമതായി ഇവരൊക്കെ എന്താ മനസ്സിലാക്കിയത്? അറബി ബൈബിൾ സുലഭമായി ലഭ്യമാണ്. അറബി ബൈബിളിൽ ദൈവത്തെ കുറിച്ച് പ്രയോഗിക്കാൻ യാഹുവ എന്നാണോ? അല്ല.
വേറെ ഏതെങ്കിലും പദാണ്? അല്ല, അല്ലാഹ് എന്ന് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ലോകത്ത് അറബി ക്രിസ്ത്യാനികൾ മൊത്തം പറയുന്ന ദൈവം അല്ലാഹ് ആണ്. അവിടെ ബൈബിളിലുള്ളത് അല്ലാഹ് ആണ്. യസീദികൾ നമുക്കറിയാലോ, ഈജിപ്തിൽ രൂപപ്പെട്ട ഒരു ക്രൈസ്തവ സഭയാണ്. അവർ ഇറാനിലുണ്ട്, മറ്റു പലയിടങ്ങളിലുണ്ട്. അവരുടെ ബൈബിളിലുള്ള ഓരോ ദൈവത്തെ കുറിച്ചുള്ള പദവും അല്ലാഹ് എന്നാണ്. അറബി ഗോത്ര ദൈവം ഒന്നല്ലാത്ത ബൈബിളിലേക്കും കയറിക്കൂടി ഒന്ന് പറയേണ്ടത് ആരാ? ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ മലയാളം തുടങ്ങുന്നത് അങ്ങനെയാണ്. അറബിയോ ഫിൽ ബദഇ കാനൽ കലിമ അൽ കലിമത്തു മഅല്ലാഹ് അൽ കലിമത്തു ഹുവല്ലാഹ്. അല്ലാത്തയാണത് എന്ന് പറയേണ്ടത് നമ്മളല്ല, അതിന്റെ ആളുകളാണ്. അതാണോ ഇത് എന്ന് പറയേണ്ടത് നമ്മളല്ല. സുലഭമായി ബൈബിൾ അറബിയിൽ പ്രിന്റ് ചെയ്ത് ലോകത്താസകലം വിതരണം ചെയ്യുന്നവരാണ്. ആ ബൈബിളിലുള്ള അല്ലാഹു അല്ലാത്തയാണോ എന്ന് വിശദീകരിക്കേണ്ടതും ഈ വിതരണക്കാർ തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ബോധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. വിശപ്പുണ്ടെങ്കിൽ അള്ളാഹു തീർക്കുന്നു. രോഗമുണ്ടെങ്കിൽ ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, വൈദാമരിത്തു ഭവേഷ്ഫീൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് രോഗമായി, പനിയായി പലയിട ദിവസങ്ങളിൽ. ഡോക്ടറെ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൂട്ടുകാർ. ഒരു ദിവസം ആരും നിർബന്ധിച്ച് കൽപ്പിച്ചു വൈദ്യരെ കാണണമെന്ന്. പിറ്റേ ദിവസം എന്ത് വൈദ്യര് പറഞ്ഞു എന്ന് ചോദിച്ചു മൂപ്പരോട്. എന്താ പറഞ്ഞത്? ഇന്നി ഫഅാലുൽ ലിമാ യുരീദു എന്ന് പറഞ്ഞു എന്നാണ്. മൂപ്പര് കണ്ട വൈദ്യർ ഇന്നി ഫഅാലുൽ ലിമാ യുരീദു, ഞാൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു പറഞ്ഞു. ഡോക്ടറെ കാണരുത് എന്നല്ല ഞാൻ പറയണത്. പനിയൊക്കെ വന്നാൽ അത് രോഗം മാറ്റാനുള്ള ഒരു 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 പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗം മാറ്റാനുള്ള, ശരീരത്തിലുള്ള കുറെ കുഴപ്പങ്ങൾ ഒഴിവായി പോകാനാ. അതുകൊണ്ടാണ് 102 ഡിഗ്രി ഒന്നും പനിയില്ലെങ്കിൽ പാരസെറ്റമോൾ തിന്നരുത്. 102 ഡിഗ്രി ഒക്കെ പനി ഉണ്ടെങ്കിലേ പാരസെറ്റമോൾ കഴിക്കാവൂ. 10 കിലോ ഉള്ള കുട്ടിക്ക് ഇത്ര ഗ്രാം എന്ന് കണക്കുണ്ട്, അങ്ങനെ അത് തിന്നാവൂ. വേഗം പോകുക, 650 ഡോള് വാങ്ങുക, വാരി തിന്നുക. ഗൾഫേരൊക്കെ ആണെങ്കിൽ പനഡോള് 2-3 എടുക്കുക, കുടിച്ചിട്ട് കുറച്ച് പെപ്സിയും കുടിക്കുക. എൻ്റെ റബ്ബേ, വയറ് പോയിട്ടുണ്ട് ഒരു ഫാല. അതോടുകൂടെ ചൂടടെ പോകും. ഈ ചൂട് വെറുതെ വരുന്നതല്ലാന്ന്, കുറെ മാലിന്യങ്ങൾ കളയാനുള്ളതാണ്. ഈ രോഗത്തിന്റെ മാലിന്യം മാത്രമല്ല, പനിക്കുന്നതനുസരിച്ച് പാപം കൊഴിയുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പനിച്ചു കിടക്കുമ്പോ കാണാൻ പോയ കൂട്ടുകാർ ഷിഫാക്ക് ദ്വേർന്നപ്പോ, എനിക്ക് ഷിഫാക്ക് ദ്വേർക്കണ്ടെന്ന് പറയേണ്ട മൂപ്പരാള്. ഷിഫാ ദ്വേർക്കണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും. കാര്യം എന്താ? ഈ പനി വഴി എൻ്റെ അതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പനി വരുന്നുണ്ടല്ലോ എന്നൊക്കെ തൊട്ട് നോക്കി ആലോചിച്ച് ശരിക്കും അമർത്തിയൊക്കെ കുറഞ്ഞ പനി ഉണ്ടല്ലോ, എന്നാലും 650 ഡോള് വാങ്ങുക, അതൊരു 10 വാങ്ങുക, 3 നേരം അടിച്ചു കയറ്റിയാൽ മതി എന്ന് കരുതരുത്. അതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട വൈദ്യർ നീ ഫഅാലുൽ ലിമാ യുരീദു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാ ഞാൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും, അങ്ങനെ എനിക്ക് പനി വന്നത്. ഇതേക്കുറിച്ചാണ് സൂറത്തു ശുആറയിൽ മഹാനായ ഇബ്രാഹിം നബി പറയുന്നത്, വൈദാ മരിൽതു വഹുവ യശ്ഫീൻ. ഡോക്ടർ കാരണക്കാരനാണ്, മരുന്ന് കാരണം മാത്രമാണ്. ശിഫയാക്കുന്നത് വൈദാ മരിൽതു വഹുവ യശ്ഫീൻ, അവനാണ് ശിഫയാക്കുന്നത്. അപ്പൊ വിശ്വാസിക്ക് സ്വാതന്ത്ര്യമായി. രോഗം വന്നാലും പ്രയാസം വന്നാലും സാമ്പത്തികമായി വിഷമമുണ്ടായാലും ഇനി ഏതൊക്കെ ഭീഷണി അവരുടെ മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിന്നാലും അല്ലാഹ് അതവന് ആശ്വാസത്തിന്റെ ഒരു 100 കൂട്ടം പ്രതീക്ഷകൾ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഇത്തിരി മയങ്ങിയ നേരത്ത് നബിതങ്ങളുടെ ഖഡ്ഗം പിടിച്ചിട്ട് ഈ വാളിൽ നിന്ന് നിന്നെ ആരെ രക്ഷിക്കുമെന്ന് ഒരു ജൂതൻ ചോദിക്കുമ്പോ ഉണർങ്ങി എഴുന്നേറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നുമല്ല, അല്ലാഹ് എന്റെ റബ്ബ് രക്ഷിക്കുന്നു പറയണത്. ഞെട്ടിപ്പോയ ചങ്ങാതി, കയ്യിന്ന് വാള് വീണുപോയി. റസൂലുള്ളാഹി ആ വാള് തിരിച്ചെടുത്തു. ഇതിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുന്നു വെച്ചു. മുഹമ്മദേ, വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വല്ലാതെ വിഷമം പറഞ്ഞു. ഈ ഒരു ബോധത്തിലേക്ക് റബ്ബ് തആല നമ്മളെ വീക്ഷിക്കുന്നു. അവനാണ് നമ്മളെ പടച്ചത്, അവന് നമ്മളെ കൊണ്ട് കുറെ ലക്ഷ്യങ്ങളുണ്ട്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കലാണ് കരണീയം. അതാണ് ഭൗതികവും ആത്മികവുമായ വിജയത്തിന്റെ മാനദണ്ഡം. ഇത് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് നിസ്സാരമായി തോന്നും. അല്ലാഹു പടച്ച റബ്ബ്, ലാ ഇലാഹ, അവനല്ലാതെ
ഒരു ഇലാഹു ഇല്ല, ലാ ഇലാഹ ഇല്ലാഹു. എങ്ങനത്തെ റബ്ബാണ്? അൽ ഹയ്യു, എന്നെന്നും ജീവിക്കുന്നവൻ. അൽ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവൻ, എന്നെന്നും ഈ മഹാപ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. എല്ലാവർക്കും പരസ്പരം സ്നേഹിച്ച് പരസ്പരം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഭവങ്ങളും മറ്റും ഷെയർ ചെയ്ത് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യയെ പടച്ച റബ്ബ് നമുക്ക് തിരിച്ചു നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഒരാളോടും വിദ്വേഷം നൽകരുത് റഹ്മാനെ. എല്ലാവരോടും സ്നേഹം പ്രസരിപ്പിക്കാൻ, നന്നായിട്ട് മൃദുവായി സംസാരിക്കാൻ, ആത്മാർത്ഥമായി ഞങ്ങളുടെ നാടിനെ സ്നേഹിക്കാൻ, നാട്ടുകാരെ സ്നേഹിക്കാൻ ഈ ഇന്ത്യയിലെ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.